ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സഹകരണ എക്സ്പോ 2025 ഭാഗമായി സംഘടിപ്പിക്കുന്ന യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സജേഷ്, വേദിയിലിരിക്കുന്ന ഷാഫി, ഇവിടെ സ്വാഗതം പറഞ്ഞ D സജിത് ബാബു, സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 23 മുതൽ 30 വരെയാണ്, ഏപ്രിൽ 21 മുതൽ 30 വരെയാണ് ഈ കനകക്കുന്നിൽ ഒരു സഹകരണ എക്സ്പോ സംസ്ഥാന സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇന്നോവേറ്റീവായ, ഒപ്പം വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ സഹകരണ മേഖലയുടെ വ്യത്യസ്തങ്ങളായ എക്സിബിഷൻസും സ്റ്റാളുകളും മറ്റും ഇവിടെ എക്സിബിഷൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിനകത്തും പുറത്തുള്ള ആളുകൾക്ക് ഈ ദിവസങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, തിരുവനന്തപുരത്ത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായി ഈ സഹകരണ എക്സ്പോ മാറി എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇനിയും 3 ദിവസം കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇതിന് മുന്നിലൂടെ പോകുമ്പം വലിയ ജനക്കൂട്ടമാണ്. അത് ഈ സഹകരണ എക്സ്പോ കേരളത്തിലെ ജനസമൂഹം ഏറ്റെടുത്തുവതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ പ്രദേശം ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുള്ള ഒരു തിരക്കായിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് അതല്ല, ഇവിടെ എക്സ്പോ നടക്കുന്നു എന്നുള്ള കാര്യം. സഹകരണ മേഖല ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. സഹകരണ മേഖല അവഗണിച്ചുകൊണ്ട് നമുക്ക് ആർക്കും പോകാൻ സാധിക്കുന്നതല്ല. സഹകരണ മേഖലയാണ് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നിൽ വന്നു? ആ ചോദ്യത്തിന് വളരെ ഒബ്ജക്റ്റീവായി ഉത്തരം എഴുതുമ്പം അതിലൊന്നോ രണ്ടോ സ്ഥാനത്ത് കൊടുക്കാൻ സാധിക്കുന്ന ഉത്തരം സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. കാരണം ഇത്രയധികം ജനങ്ങൾ ഇടപെട്ടു പോകുന്നൊരു മേഖല മറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം ജീവിത നിലവാരം കേരളത്തിൽ ഉയർന്നതാണ്, മെച്ചപ്പെട്ടത്. എന്താ കാരണം? അത് ഈ സഹകരണ മേഖലയുടെ സാന്നിധ്യമാണ്. ദൈനംദിന ജീവിതവുമായി സഹകരണ പ്രസ്ഥാനം അത്രയും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ഇത് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് വെറുതെ നിങ്ങളുടെ കൈയടി നേടാൻ വേണ്ടി പറയുന്ന ഉത്തരം മാത്രമാവും. അതിനപ്പുറത്ത് ഇതൊരു പ്രധാനപ്പെട്ട, നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരങ്ങളിലൊന്ന് സഹകരണ മേഖലത്തിൽ. 2 പ്രവാസി സമൂഹം തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോയി, അവിടെ നിന്ന് അധ്വാനിച്ചു, ആ കാശ് ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ ഭാഗമായുണ്ടായ ക്യാഷ് ഫ്ലോയും കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിലൊരു ഘടകമായി. ഈ 2 ഘടകങ്ങളില്ലായിരുന്നെങ്കിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറുമായിരുന്നു. വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഉപോത്പകമായി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഘടകമായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ സഹകരണ മേഖല വളരെ സെൻസിറ്റീവാണ്. നിയമസഭ വളരെ ഗൗരവത്തോട് ചർച്ച ചെയ്ത വിഷയമാണ് പുതിയ നിങ്ങളുടെ അമെൻമെൻറ്റ്, സഹകരണ നിയമ ഭേദഗതി. എക്രോസ് ദ ബെഞ്ച്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ 2 ആളുകളും വളരെ ഗൗരവമായി ചർച്ചക്കകത്ത് പങ്കെടുത്തു. ചില നിയമ ഭേദഗതികൾ, ആ ഭേദഗതിയെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന്, ഇതിലെ സഹകാരികൾ എത്ര തവണ തുടർച്ചയായി ഈ സ്ഥാനത്തിരിക്കാം. അപ്പോൾ ഡിസെൻ്റ് ഉണ്ടായിരുന്നു, കൺസെൻസിൽ എത്താൻ പറ്റിയില്ല. ഒടുവിലാണ് അത് 3 തവണയാക്കി പരിമിതപ്പെടുത്തിയത്. അതുപോലെ ഓഡിറ്റേഴ്സ്, ഇവിടെ ഇപ്പോൾ സജീഷ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു ഓഡിറ്റേഴ്സിനെ കുറിച്ച്. നേരത്തെ ഒരു ഓഡിറ്ററായിരുന്നു സഹകരണ സ്ഥാപനത്തിനകത്തുണ്ടായത്, ഇപ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സായി. കാരണം ഇതിനകത്ത് നടക്കുന്ന ചില തെറ്റായ ശീലങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെ കാതലായ, ഒപ്പം സഹകാരികളിൽ യുവ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ, സഹകരണ സംഘത്തിനകത്ത് 2 പേർ. അത് അത്രയൊന്നും പെട്ടെന്ന് സ്വീകാര്യമാകുന്ന കാര്യമല്ല. ഇത് ഈ മേഖലയിലുള്ള ആൾക്കാർ എന്താ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രം മാറുന്ന ആൾക്കാരാണ്. ഒരാൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. അവിടെയാണ് തേനീച്ചക്കൂട്ടിന് കല്ലെറിയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാർ ഒരു കല്ലെടുത്തെറിഞ്ഞത്. തുടർച്ചയായി 3 തവണ മാത്രമായി നിശ്ചയപ്പെടുത്തിയത്.
ആ തുടർച്ചയായി 3 തവണ നിജപ്പെടുത്തുമെന്നുണ്ടായ ബഹളത്തിലാ. അതെങ്ങനെ നിങ്ങൾ പറയാ? നിങ്ങൾക്ക് എത്ര തവണ മത്സരിക്കാലോ? ഏത് നിയമസഭയിലേക്ക്? എത്ര തവണ നിങ്ങൾ ലോകസഭയിൽ മത്സരിക്കാം? പിന്നെ ഞങ്ങളെ മാത്രം നിങ്ങൾ ഇടങ്ങാറാക്കേണ്ട കാര്യം? അവിടെ കല്ലെറിഞ്ഞു, പക്ഷെ അതിൽ 2 പക്ഷത്തു നിന്നുള്ള യോജിപ്പുണ്ടായപ്പം അത് 3 തവണ നിജപ്പെടുത്തി. പിന്നെ കേരളത്തെ എങ്ങനെ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാം, അതിന് അവസരം കിട്ടുമ്പോൾ അടിക്കാൻ വേണ്ടി മറുഭാഗത്താൽ കാത്തു നിൽക്കുന്നു. അതിന് ഞങ്ങൾ നല്ല വടിയൊക്കെ ചെത്തി കൈ കൊടുത്തു. അങ്ങനെയാണല്ലോ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾ നോക്കി നടക്കുമ്പോൾ നല്ല വടി ചെത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇതാ തലക്കടിച്ചു എന്ന് പറഞ്ഞു. അത് നമ്മുടെ ചില സഹകരണ പ്രസ്ഥാനങ്ങൾക്കകത്തെ ചില തെറ്റായ ശീലങ്ങളും ചില തട്ടിപ്പും വെട്ടിപ്പുമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കൊട്ടയിലെ മാങ്ങയിൽ ഒരു മാങ്ങ കിട്ടുമോ എല്ലാ മാങ്ങയും മോശമാണല്ല. സഹകരണ മേഖലക്കകത്തെ ബാങ്കുകൾക്കകത്തുണ്ടായ ചില തെറ്റായ പ്രവണത, അതിപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. പപ്പാട്ടൻ്റെ കഥയാണ്. പപ്പാട്ടൻ എന്നെ ക്ഷണിച്ചു, എന്നോട് പറഞ്ഞു നീ എന്തായാലും ഉണ്ടാവണം. പപ്പാട്ടൻ പറഞ്ഞാൽ എനിക്ക് നോ പറയാൻ കഴിയില്ല. നീ ചെയ്യണം, സ്വരാജ് ഏറ്റുവാങ്ങണം, അതായിരുന്നു കണ്ടീഷൻ. ഞാൻ പറഞ്ഞു ശരി, എന്താ കണ്ടീഷൻ? പറ്റി എൻ്റെ ഇഷ്ടമുള്ള ഡേറ്റാ അതാണ്. പപ്പാട്ടനെ പോലത്തെ ഒരാൾ നിനക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ വെക്കണം എന്ന് പറഞ്ഞാൽ നോ പറയാൻ കഴിയില്ലല്ലോ. ആ കഥയുടെ പേര് നിങ്ങൾക്ക് അറിയാം, ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാൻ പറ്റും. ആ കഥ അതിലെ 9ാമത്തെ 10ാമത്തെ കഥയാണ്. ആ പേര് ഒരു മാർക്കറ്റിംഗ്, കാരണം ഒരു കഥാസമാഹാരം എഴുതിയാൽ ആ കഥാസമാഹാരം വിറ്റഴിക്കാൻ ഇന്ന് കേരളത്തിനകത്ത് ആ പേര് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതെന്താ തെറ്റായ ശീലത്തിൻ്റെ ഭാഗം? ഇതിൽ രാഷ്ട്രീയമില്ല. ഈ മേഖലയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പം ലെഫ്റ്റും റൈറ്റും മിഡിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സഹകരണ മേഖല ജനജീവിതത്തെ ദൈനംദിനം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി നല്ല ഇനീഷ്യേറ്റീവ് ചെയ്തു. അദ്ദേഹം നല്ല കഠിനാധ്വാനം ചെയ്തു. സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കി. സെലക്ട് കമ്മിറ്റി അക്രോസ് സ്റ്റേറ്റ് സഞ്ചരിച്ചു, അക്രോസ് ഇന്ത്യ സഞ്ചരിച്ചു, അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമ ഭേദഗതി അവതരിപ്പിച്ചതും വിജയിപ്പിച്ചതും. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? യുവ സഹകരണ സംഘത്തെക്കുറിച്ചാണ്. 3.5 കോടി സഹകാരികളെക്കുറിച്ച് സജീത് ബാബു സൂചിപ്പിച്ചു. എത്ര യുവാക്കളുള്ള? ഈ 2 ചാൻസ് ഒന്നും കിട്ടൂല. ഇപ്പം ഈ 2 എന്നുള്ളത് റിസർവേഷനിലൂടെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആ ചാൻസും കിട്ടൂല. അതും വിട്ടാലൊന്നും പോകുന്നില്ല. ആരും സ്വയം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ആരും യുവാക്കൾ നമ്മളിപ്പോൾ സ്ത്രീ സംവരണം ലോക്കൽ ബോഡിയിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ആരും സ്ത്രീക്ക് ചാൻസ് കൊടുക്കില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ത്രീ റെപ്രസെൻറ്റേഷൻ കുറച്ചുണ്ടെങ്കിൽ നിങ്ങളെ കയ്യടി വേണ്ടാൻ വേണ്ടി പറയുന്നതല്ല. റിസർവേഷൻ ഈ പറഞ്ഞ ഈ ലോക്കൽ ബോഡിക്കകത്ത് അന്നത്തെ സർക്കാർ 50% പെടുത്തിക്കൊണ്ട് മാത്രമാണ് 50% സ്ത്രീകൾ വന്നത്. അല്ലെങ്കിൽ ഓരിങ്ങനെ വോട്ട് കൊടുത്തവരായിരിക്കും, പക്ഷേ മത്സരിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും. ആ റിസർവേഷൻ വന്നുകൊണ്ടാണ്. അതുപോലെ റിസർവേഷൻ ഈ 2 പേർ നിർബന്ധമായും യൂത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പേരെ സഹകരണ മേഖലക്കകത്ത്. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും വെച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടേ? ഞാൻ അതിനർത്ഥം മുതിർന്നവരനോട് എതിർന്നാവൊന്നും വേണ്ട കേട്ടോ. നാളെ ഞാനും ഇതാവുമല്ലോ, ആ ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ യൂത്തിൻ്റെ പ്രായം ഞാനും കഴിഞ്ഞു, സജീഷ്, നമ്മൾക്ക് ഒന്നിച്ച് കണ്ടംപററീസാണ് യൂത്തിൽ. സജീഷ് എന്നേക്കാൾ 2-3 വയസ്സ് കുറവായിരിക്കും. അപ്പോൾ ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾ പ്രകാരം ഐ ആം നോട്ട് എ യൂത്ത്. പിന്നെ ഇപ്പോൾ പറയുന്നത് ന്യൂ 40s ആർ ന്യൂ 30s. ആ ഒരു ക്ലോസ് പറഞ്ഞ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. 40s ആർ ന്യൂ 30s, 50s ആർ ന്യൂ 40s എന്നുള്ള ആ ഒരു ക്ലോസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിയമപ്രകാരമുള്ള യൂത്തൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇവിടെ യുവ സഹകരണ സംഘം ഉണ്ടാക്കി. അതിൽ നമുക്കൊരു, എനിക്ക് ഷാഫീനെ വലിയ പരിചയമില്ലാത്തതുണ്ട്, നിങ്ങളുടെ സിസ്റ്റം എനിക്ക് അറിയാത്തുണ്ട്, വേറെ ഒന്നും തോന്നരുത്. അതിനകത്ത് നമുക്കൊരു ബ്രാൻഡ് അംബാസഡറാക്കി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന സ്ഥാപനമാണ് ഈ നാട്. അത് സജേഷ്. അപ്പോൾ അദ്ദേഹം നടത്തിയ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരും കൈവെക്കാത്ത മേഖല, അതുകൊണ്ടാണ് വിജയിച്ചത്. എന്താ കൈവെക്കാത്ത മേഖല? ഈ വേസ്റ്റ് മാനേജ്മെൻറ്റാ. ആള് പൊതുവിൽ അങ്ങനെ ചളിയൊന്നും ബരങ്ങാക്ക് ഇഷ്ടമൊന്നുമല്ല. ഇനി സജേഷൻ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോഴത്തെ 22 കോടി ടേൺ ഓവർ, 63 ലക്ഷം ലാഭം. സജേഷൻ ഇനി നീ തെറിക്കും, ഇനി അടി വരും. എന്താ? അടുത്ത ഇതിൻ്റെ പ്രസിഡന്റ് ആവാൻ നല്ല മത്സരം ഉണ്ടാവും.
ആൾക്ക് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. മെനക്കെട്ടൊരുത്തൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു കാർ ഇപ്പം മേടിച്ചിട്ടില്ലല്ലോ. കാർ ഇപ്പം മേടിക്കണ്ട കേട്ടാ, അടുത്ത ടേം കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അടുത്തൊരു ടേം കൂടി 5 കൊല്ലത്തേക്ക് കിട്ടും, അന്നേരം മേടിക്കണ്ടുള്ളൂ. കാറും കൂടി ഇപ്പം മേടിച്ചാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും. ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഇരിക്കാനാണ് തയ്യാറ്, ഉണ്ടാക്കാൻ ആൾ തയ്യാറല്ല. ഇവിടെ ഈനാടെന്ന് പറയുന്ന സഹകരണ സംഘം, യുവ സഹകരണ സംഘം ഉണ്ടാക്കി. അവർ സെക്ടർ കൈവച്ചത് ഏതിലാ? കൈവച്ചത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അത് സക്സസ് ആക്കാൻ കഴിഞ്ഞു. ഷാഫിയുടെ ഏതാ നിങ്ങളുടെ മീഡിയ, എനിക്ക് എത്ര ധാരണയില്ലാത്തതുകൊണ്ട് അതൊന്നും തോന്നരുത്, നിങ്ങളൊരു വേറെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന തോന്നരുത്, അതൊക്കെ അറിയാത്തതുകൊണ്ടാണ്. സജേഷ് പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ളവരായതുകൊണ്ട് ഞാൻ വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്. വിജയിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്കിനകത്ത് എന്നെ ചീത്തയാണ്. ഞാൻ പിന്നെ സ്ഥിരം ചീത്ത കേൾക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ ആരും കയറി ആക്ഷേപിച്ച് എന്നെ കുറേ കാലം മിത്തോളി എന്ന് വിളിക്കും. എൻ്റെ ഫേസ്ബുക്കിന് അടിയിൽ കയറിയിട്ട് എടാ മിത്തോളി, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോൾ ഒരു ഇടക്കാലത്ത് ഞാനൊരു പ്രസംഗം നടത്തി. എന്താ ആ പ്രസംഗത്തിൻ്റെ മുകളിൽ എൻ്റെ ഫേസ്ബുക്കിനടി നിൻ്റെയൊക്കെ വന്ന് കാല് പിടിക്കേണ്ടി വരും, നമ്മുടെ ഗതികേടാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് യൂത്ത് ഷുഡ് ടേക്ക് റിസ്ക്. സജേഷും സംഘം എടുത്ത പോലെ ചെറുപ്പക്കാർ റിസ്ക് എടുക്കണം. ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ലേ? ഇപ്പം ഞാൻ ഫസ്റ്റ് മത്സരിച്ചത് 35-ാമത്തെ വയസ്സിലാണ്. ആളുകൾ ഈ പൊതുവിലെ പ്രത്യേകത എന്താ അറിയോ? സുഖിപ്പിക്കുന്ന ശീലമാണ് പൊതുവിൽ സ്വാഗതമൊക്കെ പറയുമ്പോൾ. അയാൾ 2016 ആർന്ന് ജയിച്ചു, 2021 ഇങ്ങനെ ജയിച്ചു, നിയമസഭ അങ്ങനെ നടത്തി. എന്നാലോ ഞാൻ 2014 പാർലമെൻറ്റ് തോറ്റു എന്നുള്ളവർ ആരും പറയില്ല. അതെനിക്ക് ഞാനത് വിഷമിക്കേണ്ട യാഥാർത്ഥ്യമല്ലേ. അത് ഞാൻ തോറ്റ 3000 വോട്ടിനാണ്. ഒരു കള്ളപ്പഹയൻ എൻ്റെ പേരുകാരൻ 4800 വോട്ട് പിടിച്ചു, ഞാൻ തോറ്റു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സംരംഭങ്ങൾ ആരംഭിക്കണം, സ്റ്റാർട്ടപ്സ്. ഈ യുവ സഹകരണ സംഘത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ സജിത് ബാബു പറഞ്ഞത് ആ രീതിയിലേക്കൊരു കോൺസെപ്റ്റാണ്. സ്റ്റാർട്ടപ്പുകൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരണം. അതിന് യുവ സഹകരണ സംഘങ്ങൾ മുൻകൈ എടുക്കണം. ഇപ്പോൾ എന്താ സ്ഥിതി? എന്താ നമ്മുടെ ശരാശരി മലയാളിയുടെ സ്വപ്നം? ഞാൻ ശരാശരി മലയാളിയുടെ സ്വപ്നം പറയാം. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി പാസ്സാവുക, അതിൻ്റെ ഒപ്പം തന്നെ PSC കോച്ചിങ്ങിന് ചേരുക, PSC കോച്ചിങ്ങിന് കയറി ഒരു 5-10 ലിസ്റ്റിനകത്ത് വന്ന് എങ്ങനെയെങ്കിലും ജോലിയും മേടിച്ച് പിന്നെ മംഗലം കഴിച്ച് പിന്നെ ചെറിയ പുരയൊക്കെ എടുത്ത് ഒപ്പിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഡ്രീമൊന്നുമില്ല, ചെറിയ സ്വപ്നമാണ്. വളരെ ചുരുങ്ങിയ രീതി ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്തരം യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ 152 എത്ര ആൾ വർക്ക് ചെയ്യുന്നു? 252 പേര് വർക്ക് ചെയ്യുന്നത്. ഷാഫിൻ്റെ അടുത്തോ 52. ഇവർ മുതലാളിമാരാ. 252 പേർ സജീഷിൻ്റെ കീഴിലും 52 പേർ ഷാഫിയുടെ കീഴിലും വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് ആ നിലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ചിന്തിച്ചൂടാ? ഇനി സഹകരണ സംഘം തന്നെ ആവണമെന്നില്ല, സ്റ്റാർട്ടപ്പ് ആരംഭിച്ചൂടെ? ഈ തൊഴിൽ ദാതാവായിക്കൂടെ? തൊഴിൽ ദാതാവ് എന്ന കോൺസെപ്റ്റിലേക്ക് പോകണം. എപ്പോഴും PSC പരീക്ഷ എഴുതുക, ഞാൻ ആരെയും കീഴിൽ, നിങ്ങൾ ആരെയും കീഴിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ബോസ് ആയിക്കൂടെ? നിങ്ങൾക്ക് തന്നെ സ്വയം ബോസ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ കീഴിൽ ഒരു 10 ആൾ വർക്ക് ചെയ്യുന്നു, 100 ആൾ വർക്ക് ചെയ്യുന്നു, ചെറിയ കാര്യമാണ്. അത് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാക്കുന്ന സംതൃപ്തി എത്രയാ? നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാക്കുന്ന സംതൃപ്തി ചെറുതല്ല. അതുകൊണ്ട് നമ്മുടെ യൂത്തിനോട് സഹകരണ പ്രസ്ഥാനം സഹായിക്കും. സഹകരണ മേഖല നിങ്ങൾ ആലോചിക്കണം, ആരെങ്കിലും ഹൂ വിൽ ഇൻവെസ്റ്റ് ചോദ്യമാണ്. അവിടെയാണ് ഈ സഹകരണ മേഖല നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളൊരു 5-10 ചങ്ങായിമാർ കൂടി ഒരു യുവ സഹകരണ സംഘമൊക്കെ ഉണ്ടാക്കി നിങ്ങളൊരു DPR തയ്യാറാക്കുക. ആ പ്രപ്പോസലുമായി സർക്കാരിലേക്ക് പോകും. ഞങ്ങൾ ഇന്നാണ് ആലോചിക്കുന്നത്, നിങ്ങൾ എന്ത് തട്ടിക്കൂട്ടി DPR തയ്യാറാക്കുന്ന സർക്കാർ അംഗീകരിക്കുന്നു മുതല. പക്ഷെ അത് സർക്കാരിന് കൂടി കൺവിൻസ് ആവണം. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കൂടി കൺവിൻസ് ആവുന്ന ഒരു പ്രപ്പോസൽ തയ്യാറാക്കി പോയാൽ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യും, ആ പ്രപ്പോസലിന് പിന്തുണ ലഭിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയോട്, യൂത്തിനോട്, സർക്കാർ സെക്ടറിനകത്തൊക്കെ പരിമിതികളുണ്ട്. എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ പിറകെ വരുന്ന കംഫർട്ട് കുഷനിൽ ഇരിക്കാൻ വേണ്ടിയാ? എന്തുകൊണ്ടാണ് ആളുകൾ ഈ PSC സർക്കാർ ജോലി എന്ന രീതി ചിന്തിക്കാനുള്ള കാരണം? അതൊരു 56 വയസ്സ് വരെ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ലല്ലോ. ചെയ്താലും ശരി, ചെയ്തിട്ടില്ലെങ്കിൽ ശരി, ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലി ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിൽ ശരി, ഒരു ബുദ്ധിമുട്ടുമില്ല. നോ അക്കൗണ്ടബിലിറ്റി, ആരോട് ഉത്തരം പറയണ്ട. ഇതൊക്കെ കുറച്ച് എൻ്റെ ഫേസ്ബുക്കിനകത്ത് തെറി കിട്ടാനുള്ള ബോധ്യം ഇതാണെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ തലമുറ
യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുക, സ്വന്തം തൊഴിൽദാതാവായി മാറുക, എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിയിലേക്ക് മാറാൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിച്ചു പോകണം. അപ്പോൾ ആ രീതിയിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓരോ സെക്ടറിനും ഇപ്പം ഞാൻ പറയാം, ഇന്ന് ഞായറാഴ്ചയാണ്, സാധാരണ നിലയിൽ നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല, ഒരു MLA നിങ്ങൾക്ക് ഇവിടെ കിട്ടൂല. എന്തുകൊണ്ട് പ്രശാന്ത് എത്താത്തത്? പ്രശാന്തിനെ കൊന്നാലും കിട്ടൂല, കാരണം അയാൾ മംഗലപ്പുറക്ക് ഇങ്ങനെ വായിന്നുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ തലശ്ശേരിയിലാണ് ഇങ്ങനെ വായുന്നത്. അതങ്ങനെയാണ്. വിവാഹങ്ങൾ ഞായറാഴ്ച, വീട്ടുകൂടലുകൾ, മരണങ്ങൾ, ഇതൊക്കെയാണല്ലോ MLA. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് കാണുന്നുണ്ടാ നല്ല എഡ്യൂക്കേറ്റഡായ ചെറുപ്പക്കാരുടെ സംഘം ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കറിയാം, അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അവർ എന്താ ഞാൻ ചോദിച്ചു, എന്താണ്? അവർ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. കാറ്ററിംഗ് സർവീസ് അതൊരു തൊഴിലാണ്. കാറ്ററിംഗ് ഇന്നിപ്പോൾ ഏതും കല്യാണപ്പേർക്ക് വിളമ്പാനാണ് കിട്ടുന്നുണ്ട്? ഇല്ല. എല്ലാം നല്ല ആളാഗ്രഹിക്കുന്ന നല്ല ടൈയൊക്കെ ഇട്ട് വന്ന് നമ്മൾ വിളിക്കും, വന്ന് നിൽക്കുമ്പം തന്നെ നല്ല ഒരു കോട്ടൊക്കെ ഇട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകണം, ഇരുത്തിക്കണം, ചോറ് വിളമ്പാൻ ഈ കോട്ടുകാർ വേണം. അപ്പോൾ ആ രീതിയിലേക്ക് മലയാളിയുടെ കോൺസെപ്റ്റ് മാറി. അപ്പം അങ്ങനെ വരുമ്പം കാറ്ററിംഗ് സർവീസിനകത്ത് ആളുകൾ ഡിപ്ലോയ് ചെയ്തൊരു തൊഴിൽ സംരംഭമാണ്. കാറ്ററിംഗ് സർവീസിനകത്തേക്ക് തൊഴിൽ ആളുകളെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഒരു സംരംഭമാണ്. ഇഷ്ടംപോലെ എല്ലാ ഞായറാഴ്ച എന്നല്ല, എല്ലാ ദിവസവും മംഗലം. ഇപ്പോൾ മംഗലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കല്യാണം, നിങ്ങൾ കല്യാണം എന്ന് പറയും, ഞങ്ങൾ മംഗലം എന്ന് പറയും. എല്ലാ ദിവസവും മംഗലാണ്, രാവിലെയും രാത്രിയും. അപ്പം അങ്ങനെ വരുമ്പം ഈ സംവിധാനങ്ങൾക്കകത്ത് സർവീസ് ചെയ്യുന്ന ആളുകളെ കിട്ടുന്നില്ല. അതൊരു സംരംഭമാണ്. നിങ്ങൾ ആളുകൾ ഡിപ്ലോയ് ചെയ്യുന്നു. അതുപോലെ ക്യാമ്പസ് കൾച്ചർ മാറുന്നു. എങ്ങനെയാ? മുമ്പ് എങ്ങനെയാ പഠിക്കൽ? എങ്ങനെയാ? മുമ്പ് ഞാൻ ക്യാമ്പസിനകത്തെ ക്യാമ്പസിൽ റെഗുലറാണ്, പക്ഷേ ക്ലാസ്സിൽ ഇറഗുലറാണ്. നമ്മളൊക്കെ ക്യാമ്പസിൽ വളരെ റെഗുലറായിരിക്കും, എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷേ ക്ലാസ്സിൽ ഗസ്റ്റ് അപ്പിയറൻസാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ നടക്കില്ല, കാരണം ഇന്ന് ഇൻറ്റേർണൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് കയറിയില്ല, സംഗതി പോക്കാണ്. അന്നിപ്പോൾ നമ്മളൊക്കെ മാഷന്മാരൊക്കെ സഹായിക്കും, മതി പോട്ടെ, അവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലേ. 9:30 മുതൽ 3:30 വരെ ഞാൻ പഠിച്ച ബിണ്ണംകുളയിലെ ക്ലാസ്. അവിടെയും മാറ്റം വേണം. ഞാൻ പറയുന്നത് അവിടെ മാറ്റം വേണം. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനീ 9:30 വരെ 3:30 വരെ എന്തിൻ്റെ കാര്യമാണ്? അത് റീഷെഡ്യൂൾ 8 മണി മുതൽ ഒരു 1 മണി വരെ. അവിടെയും സഹകരണ പ്രസ്ഥാനത്തിൽ ഇടപെടാം. എങ്ങനെ? 8 to 1 ക്ലാസ്, 1 to 2 ബ്രേക്ക്, 3 to 6 ഏൺ വൈൽ യു ലേൺ. കേട്ടിട്ട് നിങ്ങൾ? ഏൺ വൈൽ യു ലേൺ. ജോലി ചെയ്യുമ്പം തന്നെ, പഠിക്കുമ്പം തന്നെ ജോലി ചെയ്യുക. അവിടെ യുവസഹകരണ സംഘം ഇനിയും പ്രവർത്തിക്കാം. സഹകരണ മേഖല മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈനംദിന മേഖല ഇടപെടുന്ന പ്രസ്ഥാനമാണ്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ദൈനംദിനം ഇടപെടുന്ന സഹകരണ സംഘം എന്ന നിലയിൽ ഇവിടെ ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആളുകൾ ഡിപ്ലോയ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മണി മുതൽ 6 മണി വരെ കുട്ടികൾ ജോലി ചെയ്യുന്നു. ഈ ജോലിയൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ദുരഭിമാനം ഇവിടെയുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ബാക്കി നിങ്ങൾ വിദേശത്തൊക്കെ പോയി, നമ്മളെ മലയാളി കുട്ടികൾ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടിന് ഓരോ സ്ഥലത്ത് പോകും പഠിക്കാൻ. എനി പ്ലേസ് ഈസ് ബെറ്റർ ദാൻ മൈ പ്ലേസ് എന്നാണ് അവരുടെ കോൺസെപ്റ്റ്. എന്നാൽ ഇവിടത്തേക്കാൾ നല്ലതല്ലോ ലോകത്തെല്ലാ സ്ഥലം എന്നാണ്. അത് ഇപ്പം നമുക്കാർക്ക് മാറ്റാൻ കഴിഞ്ഞൊന്നുമല്ല. ഈ സ്പീക്കറായതിനു ശേഷം പലയിടങ്ങളിലും ഈ കോമൺവെൽത്ത് പാർലമെൻറ്റിൻ്റെയും മറ്റും കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകും ഭക്ഷണം കഴിക്കാൻ. അപ്പം നമ്മളെ തിരിച്ചറിയുമ്പോൾ ആൾ ഓടി വരും, മലയാളി കുട്ടികളാണ്. ഞാൻ ചോദിക്കുന്നത്, അത് രാവിലെ സാർ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ 2 മണിക്കൂർ ഉറങ്ങി, ഒരു 3 മണി മുതൽ രാത്രി 8 മണി വരെ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണം ഹോട്ടലിൽ മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളിൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീടിനെ ആശ്രയിക്കണ്ട. ഏൺ വൈൽ യു ലേൺ എന്ന തിയറി വിദേശ രാഷ്ട്രങ്ങൾക്കകത്ത് വന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തും നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമസഭയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെയാണ് യുവ സഹകരണ സംഘങ്ങൾ എങ്ങനെ ക്യാമ്പസുകളുമായി ടൈപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും, ക്യാമ്പസുകൾക്കകത്ത് എങ്ങനെ ഇടപെട്ടുകൊണ്ട് കുട്ടികളെ, ഇപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ വളരെ പ്രധാനമാണല്ലോ. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തക്ക നിലയിൽ ഒരു ക്രമീകരണം എങ്ങനെ വരുത്താം, അവിടെ സഹകരണ സംഘങ്ങൾ ഇടപെടണം. യുവ സഹകരണ സംഘങ്ങൾ. ഇപ്പോൾ ആരാ സ്വിഗ്ഗിയിലൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാർ? സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ ആരാ? കുട്ടികളാണ്. ക്യാമ്പസ് പഠിക്കുന്ന കുട്ടികളാണ്, വളരെ യങ്സ്റ്റേഴ്സാണ് പോകുന്നത്. എന്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ യുവ സഹകരണ സംഘത്തിന് ആരംഭിച്ചുകൂടാ?
ഗിഗ് വർക്കേഴ്സ് എന്ന് പറയാം. അത്തരം മനുഷ്യനുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതത്തിൽ എല്ലായിടത്തും ഇടപെടാൻ നമുക്ക് സാധിക്കണം. എല്ലാ ഇടങ്ങളിലും സജീവമായി ഇടപെട്ടു പോകാൻ നമുക്കാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പൊതുവിൽ ഈ ഏതൊക്കെ സെക്ടറിനകത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ അത്ര അവെയർ അല്ല. ആരും കൈവെക്കാത്ത മേഖലയിൽ സജേഷ് വെച്ചപ്പോൾ അവർ ജയിച്ചു. സജേഷ് നിയമസഭയിൽ ഇടക്കിടക്ക് വരുന്ന ആളാണ്, മന്ത്രിയെ കാണാൻ. അപ്പോൾ ഇടയ്ക്ക് എന്നെയും കാണാൻ വരും. അതുപോലെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം ഏതൊക്കെ മേഖല 1, 2, 3, 4, 5 അങ്ങനെ ഏതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ്സ് നടത്താം. സർക്കാരിൻ്റെ ഗ്രാൻറ്റോടുകൂടി സഹകരണ സംഘം സഹായിക്കുന്നുണ്ട്, സഹകരണ പ്രസ്ഥാനം സഹായിക്കുന്നുണ്ട്. അപ്പോൾ യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ യുവ സഹകരണ സംഘം വളരെ കൃത്യമായ ഡിസിപ്ലിൻ ഏറ്റവും അനിവാര്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഗ്രാൻറ്റും കിട്ടി അതങ്ങ് അപ്പാട് പുതുങ്ങിക്കളെന്ന് വിരിക്കാൻ പാടില്ല. ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഡിസിപ്ലിൻ മാത്രമല്ല, ഇക്കണോമിക് ഡിസിപ്ലിൻ കൂടി വളരെ മസ്റ്റാണ്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം, ജീവിതത്തിൽ അച്ചടക്കം, ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ മീഡിയക്കകത്താണ് ഇപ്പോൾ യുവ സഹകരണ സംഘം ഉള്ളത്. ഏതൊക്കെ മേഖലയാണ്? ഇങ്ങനെ കേരളത്തിലെമ്പാടും നമ്മൾ നോക്കിയാൽ യുവ സഹകരണ സംഘത്തിന് വലിയ രീതിയിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നിങ്ങൾ ഈ സെക്ടറിനകത്ത് ഇപ്പോൾ സഹകരണ മേഖലയ്ക്ക് എന്നെക്കുറിച്ച് ഇവൻ പറഞ്ഞു, ഞാൻ 3 വർഷം ഇരുന്ന ആകെ. അപ്പോഴേക്കും ഞാൻ നിയമസഭാ സാമാജികനായി പോയി. അപ്പം ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. സഹകാരിയായിരുന്നു വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ ഒരു കാലത്ത്, ഇപ്പല്ല. അപ്പം സഹകരണ മേഖലക്കകത്തെ നിയമങ്ങൾ പഠിച്ച് ആ നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ തരത്തിൽ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങാൻ സാധിക്കുമോ അതിൽ മടിച്ചു നിൽക്കരുത്. ഞാൻ പറഞ്ഞത് പ്രശാന്തന് മങ്ങലാണെന്ന് എത്തൂല എന്ന് പറഞ്ഞു, പക്ഷെ എന്തോ എത്തി കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഏതൊക്കെ സെക്ടറിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റുമോ ആ സെക്ടറിനകത്തൊക്കെ ഇടപെട്ടുകൊണ്ട് യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാൻ, അത് നമുക്കൊരു നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം വരില്ലേ? ഇപ്പോൾ നാളെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രം നാളെ പരിശോധിക്കുമ്പോൾ ഈ നാട് സഹകരണ സംഘം ഉണ്ടാക്കും. ആരായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്? സജേഷാണ്, ആ ടീമാണ്. അതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിനകത്ത് സ്വയം കൈവെക്കാനും ആ മേഖലക്കകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ DYFI മവാസോ എന്ന പേരിലൊരു സ്റ്റാർട്ടപ്പ് സെമിനാർ നടത്തി. അതുപോലെ സഹകരണ മേഖലയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കാനും ആ സ്റ്റാർട്ടപ്പ് കമ്പനികളിലൂടെ ഇന്നോവേറ്റീവായ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ കേരളീയ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലും തൊഴിൽ നൽകാനും, തൊഴിൽ ഇഷ്ടം പോലെ അനിവാര്യം മസ്റ്റാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ജോലി വേണം. ആ രീതിയിലേക്ക് ജോലി കൂടി നൽകാൻ പാകത്തക്ക നിലയിൽ കാര്യങ്ങൾ ആലോചിച്ചു പോകാൻ നമുക്കാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സുദീർഘമായ പ്രസംഗത്തിന് സ്കോപ്പില്ല. ഇതൊക്കെ നിങ്ങളിപ്പോൾ ഈ മാൻഡേറ്ററി വന്നിരിക്കുന്ന ആൾക്കാർ ഭൂരിഭാഗവും മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. കാരണം ഇത് യുവ സെമിനാറിനേക്കാൾ മുമ്പ് സ്പീക്കറൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ വന്നില്ല, സ്പീക്കർ എന്ന് വരുന്നുണ്ട്, ഇന്ന സമയത്ത് വന്ന് ഇരുന്നോളണം എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരാണ്. പിന്നെ ഈ അട്രാക്ഷൻ്റെ ഭാഗം ഇരിക്കുന്ന, ഈ സെമിനാറിനുള്ള താല്പര്യത്തിൻ്റെ ഭാഗം ഇരിക്കുന്ന ആളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ചെയ്യാം. അങ്ങനെ ഞങ്ങളെപ്പോലെ ന്യൂ ജനറേഷൻ യുവ സഹകരണ സംഘം, അപ്പോൾ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മൈക്ക് കിട്ടിയാൽ എന്നാൽ പിന്നെ അങ്ങ് കാച്ചി കളയാം. ആ ടൈപ്പല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ഏത് പരിപാടി പങ്കെടുത്ത് വന്നിരിക്കണം, കാരണം അയാൾ അത്രയും സംസാരിക്കും. അതുകൊണ്ട് സ്പീക്കർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ സ്പീക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഭാഗം ഞാൻ പറയുന്ന അപ്പാട് വിതുകണമെന്നല്ല. ഞാൻ പറയുന്ന ഭാഗത്തിനകത്ത് വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി യുവ സഹകരണ സംഘങ്ങൾ ആരംഭിക്കാൻ നമ്മുടെ യൂത്ത് തയ്യാറാവണം എന്നുകൂടി പറഞ്ഞ് മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ ഈ യുവ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട യുവ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.